ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ ആദ്യ ഔദ്യോഗിക പ്രതികരണം പുറപ്പെടുവിച്ച ചൈന രംഗത്ത്. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നതാണെന്നും വിശാലമായ മേഖലയെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. പോരാട്ടത്തിന്റെ സാധ്യതയെക്കുറിച്ച് വളരെയധികം ആശങ്കാകുലരാണെന്നും സൈനിക പ്രവർത്തനങ്ങൾ ഉടൻ നിർത്താൻ എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിച്ചുവെന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ഇറാൻ US ഇസ്രയേൽ ശത്രുതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രാദേശിക രാജ്യങ്ങളുടെ സുരക്ഷയും പ്രാദേശിക സമഗ്രതയും ബഹുമാനിക്കപ്പെടണമെന്ന് ചൈന വ്യക്തമാക്കി. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗം എതിർക്കപ്പെടണമെന്നും സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും ബീജിംഗ് പറഞ്ഞു. സൈനിക നടപടിയേക്കാൾ ചർച്ചകളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹവുമായി പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും ചൈന പ്രകടിപ്പിച്ചു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലുള്ള യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ദ്വീപ് രാജ്യമായ സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളം ഇറാൻ ആക്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് വ്യോമ താവളത്തിലേക്ക് ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. ആക്രമണത്തെ പ്രതിരോധിച്ചെന്നും ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തകർത്തെന്നും ബ്രിട്ടൻ അറിയിച്ചു. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി ദ്വീപ് രാജ്യത്തേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ച് സമ്മർദ്ദ തന്ത്രം ശക്തമാക്കുകയാണ് ഇറാൻ. സംഘർഷം യൂറോപ്പിലേക്ക് കൂടി വ്യാപിച്ചാൽ അത് സാമ്പത്തിക മേഖലയിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും. ഇറാനെതിരായ ആക്രമണത്തിൽ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ പരിമിതമായി വിട്ടു നൽകുമെന്ന് ഇന്നലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈപ്രസിലെ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇന്നലെയും സൈപ്രസിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നെങ്കിലും ലക്ഷ്യം തെറ്റി എത്തിയതാണെന്നായിരുന്നു അനുമാനം. എന്നാൽ ഇറാനോട് ചേർന്നുള്ള സൈപ്രസിലേക്ക് ബ്രിട്ടീഷ് സൈനിക താവളം ഇറാൻ ലക്ഷ്യമിടുന്നുവെന്നാണ് ഇന്നലെ ആക്രമണത്തിൽ വ്യക്തമായത്. 1960 വരെ ബ്രിട്ടനിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന സൈപ്രസിന് പിന്നീട് സ്വാതന്ത്ര്യം നൽകി. എന്നാൽ സൈപ്രസിലെ 2 മേഖലയിൽ ബ്രിട്ടന്റെ സൈനിക താവളങ്ങൾ തുടരുന്നുണ്ട്. ബ്രിട്ടന് പരമാധികാരമുള്ള കേന്ദ്രങ്ങളാണിവ. യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുന്ന നടപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംഘർഷത്തിൽ UN-നോട് ഇടപെടണമെന്ന് ഇറാൻ പറയുന്നതിനിടെയാണ് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യത്തിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നത്. ആഗോള വ്യാപാര മേഖലയെ ആകെ കലുഷിതമാക്കി സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. അതേസമയം ഇറാനെതിരെ അമേരിക്കയോടൊപ്പം ആക്രമണം നടത്തുന്ന ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി ഭീകര സംഘടനയായ ഹിസ്ബുള്ള. അയൽരാജ്യമായ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്നാണ് ഇസ്രയേൽ സേനയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ ആക്രമണം നിരുത്തരവാദപരവും സംശയാസ്പദവുമാണെന്ന് ലബനൻ പ്രധാനമന്ത്രി നവാസ് സലാം പ്രതികരിച്ചു. ഹിസ്ബുള്ള നടപടിക്കെതിരെ ഇസ്രയേൽ ശക്തമായ തിരിച്ചടി ഇന്ന് പുലർച്ചെ നൽകി. ഒരു വർഷത്തിലേറെക്കാലമായി ഹിസ്ബുള്ളയിൽ നിന്ന് ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ലബനനിൽ കൂടുതൽ ആക്രമണങ്ങൾ തയ്യാറെടുക്കുന്നതിനാൽ സമീപത്തെ 50 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിഴക്കൻ തെക്കൻ ലബനനിലെ ജനങ്ങളോട് ഗ്രാമങ്ങളിൽ നിന്ന് 1000 മീറ്റർ ദൂരെയുള്ള തുറസായ ഭാഗത്തേക്ക് മാറണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നത്. തങ്ങളുടെ അതിർത്തിയിൽ ഒരു മിസൈൽ വീണെന്നും എന്നാൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായ ഇസ്രയേലി പ്രകോപനങ്ങൾക്ക് മറുപടിയാണ് തങ്ങൾ നൽകിയതെന്നാണ് ഹിസ്ബുള്ളയുടെ വാദം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.